പക്ഷേ ചുമ്മാ വഴിപാട് തീർത്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. എനിക്ക് ചുമ്മാ പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിന് വന്നിട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ എക്സാം ഹാളിൽ വന്നിട്ട് നിങ്ങൾക്കൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ക്വസ്റ്റ്യനിക്ക് പോകുന്നത്. സമയമുള്ളതുകൊണ്ടാണ്. ഇന്ന് 18 അല്ലേ, എന്തായാലും ഞാൻ പറഞ്ഞ 25-ാം തീയതിക്കുള്ളിൽ തീർക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ തീർത്ത് തരാം കേട്ടോ. 5 ദിവസം ഉണ്ടാകും പഠിക്കാം. ഓക്കെ, 25-ാം തീയതിക്കുള്ളിൽ എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന്. അത് കുഴപ്പമില്ല. നീ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുൾ ടൈം പഠിപ്പിക്കുന്നൊന്നുമില്ലല്ലോ. ഈ സമയം കൊണ്ട് ഇത് പഠിക്കാം. ഓക്കെ ഓക്കെ. ഞാൻ എപ്പോഴെങ്കിലൊക്കെ മാവേലി വരുന്ന പോലെ എടുക്കുന്നത്. ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഇതിന് പഠിക്കട്ടെ. ഓക്കെ, യെസ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റൻ എഴുതാം. എ കാർ ഹയർ ഫേം, എ കാർ ഹയർ, HIR കേട്ടോ. എ കാർ ഹയർ ഫേം, എ കാർ. ഈ കാറിൻ്റെ പ്രോബ്ലം ചിലപ്പോൾ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ട്രക്ക് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എ കാർ ഹയർ ഫേം ഹാസ് 2 cars. A car hire firm has 2 cars which it hires out day by day. Which it hires out day by day. ദിവസം അവർ ഡെയിലി ഇത് ഹയേഴ്സ്, അതായത് വാടകയ്ക്ക് കൊടുക്കുന്നു, റെൻറ്റിന് കൊടുക്കുന്നു. അങ്ങനെ പറയാം നമ്മൾ. റെൻറ്റിന് കൊടുക്കുന്നു. 2 കാർ എടുത്ത് അവർ റെൻറ്റിന് കൊടുക്കുകയാണ്. തൃശ്ശൂർ സൂര്യക്കൊക്കെ അറിയാം, ഭയങ്കര റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാർ കൂടുതലാണ് അല്ലേ. Which it hires out day by day. Full stop. The number of demands for a car. The number of demands for a car on each day. Number of demands for a car on each day follows a Poisson variate. Follows a Poisson variate. എല്ലാ പ്രോബ്ലത്തിനും പോയിസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. നമ്മൾ ബൈനോമിയലാണോ പോയിസൺ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. ഫോളോസ് എ പോയിസൺ വേരിയേറ്റ് വിത്ത് മീൻ 1.5. വിത്ത് മീൻ 1.5. First, calculate the proportion of days. Calculate the proportion of days on which calculate the proportion of days on which number 1 neither car is used. Neither car is used. Neither car is used. Number 2, രണ്ടാമത്തെ question, some demand is refused. Some demand is refused. ചില ഡിമാൻഡുകൾ റിഫ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരും. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് പ്രൊപ്പോർഷൻ? പ്രൊപ്പോർഷൻ ഉദ്ദേശിക്കുന്നത് പ്രോബിലിറ്റി തന്നെയാണ് കേട്ടോ. പെർസെൻറ്റേജ് എന്ന് വരുമ്പോൾ തന്നിരിക്കുന്ന കിട്ടിയ പ്രോബിലിറ്റിനെ 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് എന്ന് ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസറിനെ 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ അതന്നെ എഴുതിച്ചാൽ മതി, പ്രോബിലിറ്റി എഴുതിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് കഥയിലേക്ക് വരാം. ശില്പ ഡ്രൈവിംഗ് അറിയോ? കാർ ഓടിക്കോ? കാർ ഓടിക്കാറുണ്ടോ? ഓക്കെ, അടുത്ത ബെല്ലിനെ. ഓക്കെ, ഷംനാഥ്, സൂര്യ, എല്ലാവരും ഓടിക്കുന്ന ആൾക്കാരാണല്ലോ. അരുണോ? ഹരി? ഹരി മാത്രമേ ഇട്ടൊരു. ഓക്കെ, അപ്പോൾ എല്ലാവരും കാർ ഓടിക്കുന്ന എല്ലാവർക്കും ലൈസൻസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ 2 കാറിന് വയ്ക്കുക. അപ്പോൾ ഞാൻ സൂര്യ വന്ന് ചോദിച്ചു. അപ്പോൾ തൃശ്ശൂർക്കാരനൊക്കെ അല്ലേ, അപ്പോൾ ഞാൻ സൂര്യയ്ക്ക് ഒരു കാറ് കൊടുത്തു. അടുത്ത് പിന്നെ ഷംനാഥ് വന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഷംനാഥിനും ഒരു കാറ് കൊടുത്തു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ കാരണം നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടുന്നതാണ്. ജയിച്ചതിൻ്റെ ശേഷം ഷംനാഥിൻ്റെ അവിടെ നല്ല മലബാർ സൈഡിൽ കുഴിമന്തിക്ക് അടിക്കേണ്ടതാണ്. അപ്പോൾ ഷംനാഥിൻ്റെ അടുത്ത് ഒരു കാറ് കൊടുത്തു. ശില്പ വന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? കാറ് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ പറയും. മീൻ തന്നിട്ടുണ്ട് 1.5 അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സിനെ നമുക്ക് എഴുതാം ലാംഡയാണ് അല്ലെ. മീൻ എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മീന് മാത്രം തരുന്ന പ്രോബ്ലം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ,
മെയിന് മാത്രം തരുന്ന പ്രോബ്ലം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പി ഓഫ് എക്സിനെ നമുക്ക് സെറ്റ് ചെയ്യാം e⁻λ ഇൻറ്റു λ⁻x/x². ഇതിൽ ഈസിക്കാർ എത്ര പേരുണ്ട്? ഷംനാദും സൂര്യ മാത്രമല്ലേ ഉള്ളൂ. ഹരി ഏതാ? ഹരി ഈസി അല്ല. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കുഴപ്പമില്ല. ഈസിക്കാർക്ക് ഈ പറയുന്ന സെയിം സാധനം ഉണ്ടല്ലോ, 5ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. പോയിസൺ പ്രോസസ്സാണ്. അപ്പോൾ അവിടെ ഈ സെയിം സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, സൂര്യ ഷംനാദ് ഈ സെയിം സാധനം നിങ്ങൾക്ക് ഒരു 8 മാർക്കിന്റെ സാധനം ഞാൻ പറഞ്ഞില്ല 5ാമത്തെ മൊഡ്യൂളിൽ കിട്ടാനുണ്ടത്, അത് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഫോർമുലയിൽ ചെറിയ മാറ്റങ്ങളുണ്ട് അവിടെ, അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അവിടെ λt എന്ന് വരും. e⁻λt λt⁻x/x² ആണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, e⁻1.5x/x². യെസ്, അപ്പോൾ അതിനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നൈദർ കാർ ഈസ് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നൈദർ കാർ ഈസ് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ കാർ ഒന്നും യൂസ് ചെയ്തില്ല. ഓക്കെ, P0 അല്ലേ, നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിൽ പോലെ P0 റെന്റിന് ആരും ഒക്കെ എല്ലാവരും ഭയങ്കര പ്രശ്നക്കാരാണ്. P0 0 കൊടുത്തു. e⁻1.5 കണ്ടോളൂ. ആൻസർ എഴുതിക്കോ. എത്ര വന്നേ? e⁻1.5 1.5 0.0. ടെക്സ്റ്റിൽ കിടക്കുന്ന ആൻസർ 0.2231 എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റനാണ്. ഞാൻ ശില്പയുടെ എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ ശില്പയ്ക്ക് കാർ കൊടുത്തില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ തന്നെ പറയും എന്തുകൊണ്ടാ? സൂര്യക്കും കൊടുത്തു, ഷംനാദിന് കൊടുത്തു, ശില്പ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തില്ല. അതായത് ഞാനത് റിഫ്യൂസ് ചെയ്തു, വേണ്ടെന്ന് പറഞ്ഞു അല്ലേ. സം ഡിമാൻഡ് ഈസ് റിഫ്യൂസ്ഡ്. ഞാൻ ഡിമാൻഡ് ചെയ്യുന്നത് ആൾക്കാർ വന്നപ്പോൾ ഞാൻ റിഫ്യൂസ് ചെയ്തത് എപ്പോഴാണ്? എൻ്റെ കയ്യിൽ കാറില്ലാത്തതുകൊണ്ടല്ലേ. അതായത് ആവശ്യക്കാരുടെ എണ്ണം 2 വന്നതുകൊണ്ടാണോ? ആവശ്യക്കാരുടെ എണ്ണം 2ൽ കൂടുതൽ വന്നത് അല്ലേ. അപ്പോൾ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചത്? P(x)greater than 2 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനാണ് ഞാൻ നേരത്തെ സൂര്യ പറഞ്ഞ ഡൗട്ട്. >= വരാത്തതാണ്. മനസ്സിലായോ? ഇപ്പം >2 ആണ് വന്നത്. >= വന്നില്ല അവിടെ. എന്തുകൊണ്ടാ? 2 വന്നാലും ഞാൻ കാർ കൊടുക്കും. മനസ്സിലായോ? 2ൽ കൂടുതൽ വന്നു, എൻ്റെ കയ്യിൽ ഇല്ലാത്ത എമൗണ്ട് വന്നപ്പോഴാണ് ഞാൻ റിഫ്യൂസ് ചെയ്യുന്നത്, ഇല്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നത്. എൻ്റെ കയ്യിൽ ആവശ്യക്കാരുടെ എണ്ണം നമ്പർ 2നേക്കാളും കൂടി. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് സം ഡിമാൻഡ് ഈസ് റിഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്താണ്? സം ഡിമാൻഡ് റിഫ്യൂസ് ചെയ്യുന്നപ്പോഴാണ് x>2 വരുമ്പോഴാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്ന പ്രോബ്ലംസും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് ഡീപ്പായിട്ടൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുന്നതല്ലോ. ഇപ്പോൾ അതാ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ഇതേ മോഡൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ഞാൻ നോക്കട്ടെ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. ഒരു ബോംബ് ഒരു ഇതിന് ബോംബ് ഇടുന്നൊരു പ്രോബ്ലം. അതിൽ 5 ബോംബ് 3 ബോംബ് ആയിക്കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് തകരും. അങ്ങനെയാണെങ്കിൽ ബ്രിഡ്ജ് തകരാനുള്ള പ്രോബബിലിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3 വന്നാലും തകരും, 4 വന്നാലും തകരും, 5 വന്നാലും തകരും. മനസ്സിലായോ? അപ്പോൾ >3 വന്നാലും തകരും സാധനം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനെ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. ക്ലിയർ? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് എന്താണ് അവിടെ ചോദിച്ച് 2-3 പ്രാവശ്യം വായിക്കുമ്പോഴേക്കും കിട്ടും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബൈഹാർട്ട് ചെയ്തോളൂ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ വരാറുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് എന്തായാലും സപ്ലിയാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ക്വസ്റ്റ്യൻ തയ്യാറാക്കൊന്നുമില്ല. ഓക്കെ, റെഗുലർ ബാച്ചിനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അവർ നമുക്ക് പണി കൊടുക്കാൻ വിചാരിക്കുക. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. യെസ്, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ മനസ്സിലായി x>2 ആണ്. x>2 ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്നറിയില്ല. 2 മുതൽ എന്ത് വേണം വരാം, 3, 4, 5, 6, 7, 8 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും
അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് അതിൻ്റെ ഓപ്പോസിറ്റ് ശ്രദ്ധിക്കണേ, ഗ്രേറ്റർ ദാൻ 2ന്റെ ഓപ്പോസിറ്റ് ആരാണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് വരിക. ഇതുവരെ ചെയ്തില്ല, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഉണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുണ്ടായിരുന്നു. ഇതിലെന്താണത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാക്കണം. ഓക്കെ, അതായത് ഞാൻ എഴുതുന്നുണ്ട് 1 മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആരൊക്കെയാ? പി ഓഫ് 0 പ്ലസ് പി ഓഫ് 1 പ്ലസ് പി ഓഫ് 2 കൂടി വരണം. മനസ്സിലായ വ്യത്യാസം? അവിടെ 2 ഉണ്ടായിരുന്നില്ല മറ്റുള്ള പ്രോബ്ലത്തിലൊക്കെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് 0 നേരത്തെ ആൻസർ എഴുതാം. അല്ലെങ്കിൽ സ്റ്റെപ്പ് എഴുതാണെങ്കിൽ ഈക്വൽ ടു 1 മൈനസ് e raised to minus 1.5 1.5 raised to 0 by 0 factorial plus e raised to minus 1.5 1.5 raised to 1 by 1 factorial plus e raised to minus 1.5 1.5 raised to 2 by 2 factorial. ഓക്കെ, ഒന്നെങ്കിൽ ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ e raised to minus 1.5 പുറത്തേക്ക് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. 1 മൈനസ് e raised to minus 1.5 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1.5 raised to 0 by 0. ഇത് 1 ആണ്, ഇത് 1 ആണ്, 1 ആയി. അടുത്ത് 1.5 by 1 ഫാക്ടോറിയൽ ആണ്, അത് 1 ആണ്, 1.5 ആയി. അടുത്ത് 1.5 ഹോൾ സ്ക്വയർ ബൈ 2. കാൽക്കുലേറ്റർ വലിയ റിസ്ക് എടുക്കണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 1 മൈനസ് e raised to minus 1.5 ഇൻറ്റു 1 പ്ലസ് 1.5 പ്ലസ് 1.5ന്റെ സ്ക്വയർ, അത് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്താൽ മതി കേട്ടോ. 2.25 അല്ലേ, 15ന്റെ സ്ക്വയർ 225, 2.25 by 2. ഞാനത് ചെയ്യുന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്റർ എത്ര വെച്ച് അടിച്ചു തരാം. ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് 1 മൈനസ് 0.8087. ആൻസർ 0.1913 എന്നാണ് വരുന്നത് കേട്ടോ. ഓക്കെ, നോക്കട്ടെ, ബൈനോമിയൽ പറ്റിഷൻ തന്നെ ചെയ്യാം. അത് ഈ ഒരു ക്വസ്റ്റൻ എഴുതാം. ഇൻ എ സെർട്ടൻ ഫാക്ടറി പ്രൊഡ്യൂസിങ് റേസർ ബ്ലേഡ് ആണ്, റേസർ ബ്ലേഡ് in a certain factory producing razor blades, comma, there is a small chance 1 by 500 500 എണ്ണത്തിൽ ഒരെണ്ണം കേട്ടോ. there is a small chance 1 by 500 for any blade to be defective. There is a small chance 1 by 500 for any blade to be defective. ഒരു ബ്ലേഡ് ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട് 1 by 500 ആണ്. ഫുൾ സ്റ്റോപ്പ്. The blades are supplied in packets of 10. നമ്മൾ നേരത്തെ ചെയ്ത 20യുടെ പ്രോബ്ലം പോലെയാണ് കേട്ടോ. The blades are supplied in a packets of 10. 10 പാക്കറ്റ് വെച്ചിട്ടാണ് സപ്ലൈ ചെയ്യുന്നത്. The blades are supplied in packets of 10. Full stop. ഇതിൽ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് പറഞ്ഞുതരാം. യൂസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. അവർ പോയിസൺ എന്ന് പറഞ്ഞു കേട്ടോ, അങ്ങനെ പറയുന്നില്ല ചിലപ്പോൾ. യൂസ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പാക്കറ്റ്സ്. To calculate approximate number of packets containing number 1, ഒന്നാമത് no defective blade. Defective ബ്ലേഡുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്പർ 2, at least one defective blade. Number 3, at most one defective blade. In a consignment of 10,000 packets.
ഇൻ എ കൺസൈൻമെന്റ് ഓഫ് 10,000 പേജസ്. ഇത് ഞാനിന്ന് നിങ്ങൾക്ക് ഇന്ന് ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ്റെ മോഡലുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ പ്രോബ്ലമാണ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ എന്ത് പറയില്ല, ഇത് എന്താ പറയുക, പോയിസൺ ആണെന്ന് പറയില്ല. അപ്പം അത് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. അവർ തന്നിരിക്കുന്ന പീനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 1/500 ആണ് അല്ലേ. 500-ൽ ഒരാളാണ് ഡിഫക്റ്റീവ് ആകുന്നത്. ആ പ്രോബിലിറ്റി എന്ന് കണ്ട 1/500 വാല്യൂ കാൽക്കുലേറ്റ് അടിച്ച് ഇല്ല, അതൊന്നും നോക്കണ്ട. അതിനാണ് ഞാൻ പറഞ്ഞത് പോയിസോണിന്റെ ബൈനോമിയലിന്റെ പ്രോബ്ലത്തിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. പിയും ക്യൂ, അതായത് നോക്കി പ്രോബബിലിറ്റി തരുന്നത് ഡിഫക്റ്റീവ് ആകുന്നത് അല്ലെങ്കിൽ ഡിഫക്റ്റീവ് അല്ലാത്ത കണ്ട അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ബൈനോമിയൽ ചോദിക്കുക. അത് തന്നെയാണ് ഇതും പോയിസോണിൽ സെയിം തന്നെയാണ്. ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടാവും മാത്രമേ ഉള്ളൂ പോയിസോണിന്റെ കാര്യത്തിൽ കേട്ടാ. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് പിയുടെ വാല്യൂ എന്ന് കണ്ട 1/500 എത്രയാണ് വന്നേ, 0.002 അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലെ കാൽക്കുലേറ്റർ 2 × 10⁻³ എന്ന് കാണിച്ചാലേ പോയിന്റിന് ശേഷം 2 0യും 2 3 ഡെസിമൽ വരണമെന്നാണ് മീനിങ് കേട്ടോ. 1000 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് മീനിങ് കേട്ടോ. 10⁻³ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്, തന്നിരിക്കുന്ന നമ്പറിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് പോയിന്റിന് ശേഷം 3 ഡെസിമൽ അങ്ങോട്ട് നീങ്ങണം. ഓക്കെ, 0.002. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തിയറി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, പ്രോബബിലിറ്റിയുടെ കേസിൽ പിയുടെ വാല്യൂ സ്മോൾ വരുമ്പോൾ, പി സ്മോൾ ആകുമ്പോൾ, പി ഈസ് വെരി സ്മോൾ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പോയിസോൺ യൂസ് ചെയ്യണം. ഇതിൽ N10 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, N10 തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. നമ്മൾ കഴിഞ്ഞ 2 പ്രോബ്ലം ചെയ്തപ്പോൾ അതിൽ മീന് മാത്രമേ തന്നിരുന്നുള്ളൂ. ഓർമ്മയുണ്ടോ? ഒരെണ്ണത്തിൽ 1.8ഉം ഒരെണ്ണത്തിൽ 1.5. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മീന് മാത്രം തരുന്ന ക്വസ്റ്റ്യനിൽ പോയിസൺ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ടോ, മീന് മാത്രം തരുന്ന ക്വസ്റ്റ്യനിൽ പോയിസൺ യൂസ് ചെയ്യണം. അല്ലാതെ ഇതേപോലെ പിയും എന്നും തരുന്ന ക്വസ്റ്റ്യനിലെ ബൈനോമിയിലേക്ക് പോകാം, അല്ലെങ്കിൽ പോയിസോണിക്ക് പോകാം. മനസ്സിലായോ? എന്നും പിയും തരുന്ന പ്രോബ്ലത്തില് ഒന്നെങ്കിൽ ബൈനോമിയൽ ചെയ്യാം, അല്ലെങ്കിൽ പോയിസോൺ ചെയ്യാം. ഇനി പോയിസോൺ ചെയ്യാനുള്ള ഹിന്റ് ആണ് പറഞ്ഞത്. പി ഈസ് വെരി സ്മോൾ ആകുന്ന പ്രോബ്ലം നമുക്ക് പോയിസോൺ എടുക്കണം. പി വെരി സ്മോൾ ആണെങ്കിൽ പോയിസോൺ എടുക്കണം. അല്ലെങ്കിൽ ഒരു കേസ് കൂടി ഉണ്ട്, എൻ ഈസ് വെരി ലാർജ്. എൻ ലാർജ് ആകുന്ന കേസിൽ, അതായത് ഒരു എൻ ഗ്രേറ്റർ ദാൻ 30, 30 കൂടിക്കഴിഞ്ഞാലും നമുക്ക് എന്തെടുക്കാം, നമുക്ക് പോയിസോൺ യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ N10 ആണ്, N10 സ്മോൾ ആണ് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് വരാം, ഇത് ബൈനോമിയൽ ചെയ്താൽ എന്താ കുഴപ്പം, ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, നമുക്കങ്ങനെ മനസ്സിലായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പോയിസോണോ, ഈ Nന്റെ വാല്യൂ ചെറുതാണെങ്കിൽ ബൈനോമിയൽ ചെയ്താലും പോയിസോൺ ചെയ്താലും വലിയ കുഴപ്പമൊന്നും വരാനില്ല. N ലാർജ് ആകുമ്പോൾ ഒരിക്കലും മാറരുത്. N ലാർജ് ആകുമ്പോൾ പോയിസോൺ, അത് ഉറപ്പിക്കുക. ഇനി N സ്മോൾ ആകുമ്പോൾ നിങ്ങൾ ഏതിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ചെറിയൊരു വ്യത്യാസം വരുള്ളൂ, അത് പിന്നെ പ്രശ്നമല്ല. നമുക്ക് തെറ്റ് മാർക്ക് ഒന്നും കിട്ടാതിരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇവിടെ പോയിസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ചെയ്ത ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ആദ്യം പോയിസോണിനെ സെറ്റ് ചെയ്യണം. അതിന് ലാംഡ വേണം. ലാംഡയുടെ വാല്യൂ എന്താണ്, N × P കേട്ടോ. പോയിസൺ കാണണമെങ്കിൽ ആദ്യം ലാംഡ കാണണേ, 0.002 × 10. അപ്പോൾ ലാംഡ വാല്യൂ 0.02 എന്നായി കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ പോയിസോണെ സെറ്റ് ചെയ്യാം. g of x = raised to minus lambda raised to x by x factorial. raised to minus 0.02 raised to x by x factorial. ഇതാണ് സാധനം. ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് ചെയ്യാലോ. ഞാൻ ആൻസർ ചുമ്മാ എഴുതുന്നുണ്ട്. ഓക്കെ, എഴുതിയപ്പോൾ എല്ലാവരും റഫായിട്ട് എഴുതിയില്ലേ? ഓരോന്നും ജസ്റ്റ് ചെയ്യണം. ഞാൻ ആൻസർ പറഞ്ഞുതരാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്,
നോൺ ഡിഫക്റ്റീവ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോൺ ഡിഫക്റ്റീവ് ആണ്. പി ഓഫ് 0 ആണ് കാണുന്നത്. പി ഓഫ് 0യുടെ വാല്യൂ കിട്ടുന്നത് ടെസ്റ്റിൽ 0.9802 എന്നാണ്. 0.9802 എന്ന് കിട്ടുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. അതിന് therefore അവസാനം എന്ത് എഴുതണം? എത്ര പാക്കറ്റ് ഉണ്ടെന്നാണ് ചോദിച്ചാണ് അല്ലേ? റിക്വയേർഡ് മറക്കരുത്, നമ്പർ ഓഫ് പാക്കറ്റ്സ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ് ചോദിച്ചേക്കണേ. 10,000 കൊണ്ട് മൾട്ടിപ്ലൈ കേട്ടോ. 10,000 into 0.9802. ആൻസർ 9802 കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 1 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് എന്നാണ് ചോദിച്ചേക്കണേ. അറ്റ്ലീസ്റ്റ് 1 ആണ് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ്ലീസ്റ്റ് 1 ചെക്ക് ചെയ്യാം. ഞാൻ ബാക്കി സ്റ്റെപ്പ് ഒന്നും കാണിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ തിരിച്ചെടുക്കണം 1 മൈനസ് പി ഓഫ് എക്സ് ലെസ് ദാൻ 1. 1 മൈനസ് പി ഓഫ് 0 കേട്ടോ. 1 മൈനസ് ഈ വാല്യൂ 0.9802. 1 മൈനസ് ഇത് എഴുതരുത്. ഓക്കെ. ആൻസർ വരുന്നത് 0.0198 എന്നാണ്. അതിലും റിക്വയർഡ് നമ്പറാണ് ഈക്വൽ ടു 10,000 into 0.0198 എന്ന് കിട്ടും. അപ്പോൾ 198 കിട്ടും കേട്ടോ. ഓക്കെ. ചെക്ക് ചെയ്ത് നോക്കണേ. ഞാൻ ചുമ്മാ പറഞ്ഞു പോണേ ഉള്ളൂ. ചെക്ക് ചെയ്ത് നോക്കണേ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നേക്കണത് എക്സാക്ട്ലി ആണോ? അതെ, അറ്റ്മോസ്റ്റ് ആണ് അല്ലേ? അറ്റ്മോസ്റ്റ് 1. അറ്റ്മോസ്റ്റ് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പി ഓഫ് 0യും പി ഓഫ് 1ഉം. അതെത്രയും ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ അറ്റ്മോസ്റ്റിൽ കിട്ടുന്നത് 0.9998 എന്നാണ്. റിക്വയർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 10,000 into 0.9998 ഈക്വൽ ടു 1998. ഇതാണ് കേട്ടോ. ഇവരെന്ത് കച്ചവടം ചെയ്യണല്ലേ? എല്ലാത്തിലും ഡിഫക്റ്റീവ് ആണല്ലോ. 10,000 കൊടുത്തേക്കണേല് 9,000. അപ്പം എന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലേ? അറ്റ്മോസ്റ്റ് 1 ഡിഫക്റ്റീവ് എന്നാണ്. ഒരെണ്ണമെങ്കിലും മാക്സിമം. അപ്പോൾ പിന്നെ ഡിഫക്റ്റീവ് ഇല്ലാത്തതും അതിൽ വരും കേട്ടോ. മനസ്സിലായോ? ഡിഫക്റ്റീവ് ഇല്ലാത്ത കേസും വരുന്നുണ്ട്. അതുകൊണ്ടാണ് 10,000-ൽ 9,998 വരുന്നത് ആൻസർ. ഡിഫക്റ്റീവ് ഇല്ലാത്തതും അതിൽ വരുന്നുണ്ട് കേട്ടോ. 0യും കൂടി വരുന്നുണ്ടല്ലോ. ഇതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ഈ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ബൈനോമിയിലും ചെയ്യുന്നത്. അപ്പോൾ നാളെ എടുക്കുന്നത് എല്ലാം കൂടിയിട്ട് ഇതാവണ്ട. ഓക്കെ, ഞാൻ മാറ്റൂട്ടാ. ബൈനോമിയിൽ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പേടിക്കാനൊന്നുമില്ല. നേരത്തെ പി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രോബ്ലം നോക്കാം. 0.002 തന്നു വിചാരിച്ചു. ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ചെയ്യാം. അങ്ങനെ ക്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. പിന്നെ പി ഓഫ് എക്സിന്റെ ഫോർമുല എഴുതിയാൽ മതി. ഫോർമുല മാത്രമേ മാറുന്നുള്ളൂ കേട്ടോ. ചെയ്യുന്ന സ്റ്റെപ്പൊക്കെ ഒരേപോലെയാണ്. എൻ സി എക്സ് പി നമുക്ക് തന്നിട്ടുണ്ടാകും. അതർ റേസ് ടു എക്സ് ക്യൂ നമ്മൾ കണ്ടുപിടിക്കും. അതർ റേസ് ടു 1 മൈനസ് എക്സ്, സോറി n മൈനസ് എക്സ്. ഓക്കെ. അപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പ് പ്രൊസീജിയർ ഒക്കെ ശരിയാണ്. ക്വസ്റ്റ്യനും ഒരേപോലെ തന്നെയാണ്. ചെയ്യുന്ന ഫങ്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. മനസ്സിലാവണുണ്ടോ? മറ്റേത് ഇ റേസ് ടു എടുക്കുന്നു. അതിന് പകരം പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ NCX കോമ്പിനേഷൻ ഒരു ഫോർമുല ഉണ്ട് കാൽക്കുലേറ്ററിൽ. ഷിഫ്റ്റ് ഈക്വലിന്റെ മുകളിലോ ഡിവിഷന്റെ മുകളിലോട്ടുണ്ട് കേട്ടോ. AC അല്ലേ? AC താഴെയായിട്ട് കിടക്കുന്നുണ്ട് NCR. ആ ഡിവിഷന്റെ മുകളിലാണ്. അതായത് ഇപ്പോൾ 10C2 ആണെങ്കിൽ 10 അടിക്കുക, ആ സാധനം അടിക്കുക, 2 അടിക്കും. 10C2 ഇൻറ്റു 0.02 റേസ് ടു 10 ഇൻറ്റു 0.98 റേസ് ടു 2. ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പും ഒക്കെ സെയിം ആണേ.
ഇനി അത്രേ ഉള്ളൂ. അപ്പോൾ ബൈനോമിയലിൻ്റെ പ്രോബ്ലം നമുക്ക് നാളെ ചെയ്യാം. ഇതേപോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ അതിൽ ബെല്ലിനയ്ക്ക് മാത്രമല്ലേ നാളെ ഓഫില്ല എന്ന് പറഞ്ഞാൽ? ഓക്കെ. അപ്പോൾ നോക്കട്ടെ, ഞാൻ പറ്റുവെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈകിട്ട് എന്തായാലും വൈകിട്ട് എടുക്കുന്നുണ്ട്, നോക്കാം. വൈകിട്ട് മാറ്റാം. എന്തായാലും 3 ദിവസം ലീവാണല്ലോ അല്ലേ? അപ്പോൾ ആ 3 ദിവസത്തിൻ്റെ പരമാവധി നമ്മുടെ യൂണിറ്റ് കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം നമുക്ക്. ഓക്കെ. അന്ന് മോഡൽ എക്സാം കുറച്ച് ആൾക്കാർ എഴുതിയുള്ളൂ. എഴുതിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു കാര്യമില്ല എന്നുള്ള കാര്യം കേട്ടോ. ഇങ്ങനെ പഠിച്ചിട്ട് യാതൊരു ഉപകാരമില്ല. ആൻസർ ചെയ്ത് ചെയ്യുന്നേ വേണം കേട്ടോ. ഓക്കെ. പരമാവധി ഈ ഒരു 3 ദിവസങ്ങൾ നിങ്ങൾ പരമാവധി എൻജോയ് ചെയ്യുക. എന്തായാലും കൊറോണയാണ്, പുറത്തേക്കൊന്നും ആരും പോകണമെന്നില്ല. ഓക്കെ. കറങ്ങാൻ പോകുന്ന നടക്കില്ലല്ലോ. വീട്ടിൽ തന്നെ ഇരിക്കുക, പഠിക്കുക. ഈ സപ്ലി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ നമ്മൾ എഞ്ചിനീയർ ആയിട്ടാണ്. അടുത്ത വർഷം വിളിക്കുന്ന PSC എക്സാമുകൾ, മറ്റേ എക്സാമുകൾ, മറിച്ച എക്സാമുകൾ, ഇനിയിപ്പോൾ ഗൾഫിലേക്ക് പുറമെ പോകുന്നവർക്കൊക്കെ അതിനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യാം, ഒറ്റ പേപ്പറിന് വേണ്ടി ഇരിക്കുന്നവർ. ഓക്കെ. അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് 10 ദിവസം കൂടി ഉണ്ട്. 10 ദിവസം ഹാർഡ് വർക്ക് ചെയ്യണം. ക്ലിയർ? 8 മണിക്ക്. ശരി, ബൈ. ഓക്കെ, ബൈ.